നമസ്കാരം. ഒരു കൾട്ട് ക്ലാസിക് സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? ഒന്നാം ഭാഗത്തേക്കാൾ മേലെ ക്ലാസിക്കലായി മാറണം എന്നുള്ളതായിരിക്കുമല്ലോ അതിൻ്റെ ആദ്യത്തെ പോയിന്റ്. പക്ഷേ ഒരു കൾട്ട് ക്ലാസിക് സിനിമയുടെ രണ്ടാം ഭാഗം ഒരു മാസ് കോമഡി ആക്ഷൻ എൻ്റർടൈനറാക്കി മാറ്റിയാൽ എങ്ങനെയിരിക്കും? രാവണപ്രഭുവിനെ പോലെ ഇരിക്കും. നമസ്കാരം. ദേവാസുരം പോലൊരു സിനിമ ഇറക്കി വെച്ചിട്ട് രാവണപ്രഭു പോലൊരു സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് രഞ്ജിത്ത് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പോവുക? രാവണപ്രഭു ക്ലാസിക്കാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷേ രാവണപ്രഭു കൊലമാസാണ്, മരണമാസാണ്. ലാലേട്ടൻ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയതിനു ശേഷം ആദ്യമായിട്ട് ലാലേട്ടൻ്റെ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ഒക്ടോബർ 10-നാണ്. ഒക്ടോബർ 10-ന് റിലീസാകാൻ പോകുന്നത് രാവണപ്രഭുവാണ്. രാവണപ്രഭുവിൻ്റെ റിലീസുകളാണ്. നിങ്ങൾ ഞെട്ടരുത്, ഞാനൊരു വസ്തുത പറയാം. ഈ സിനിമ ടെലിവിഷനിലായിട്ട് എത്ര തവണ, ടെലിവിഷനിലും യൂട്യൂബിലുമായിട്ട് നമ്മൾ മലയാളി പ്രേക്ഷകർ എത്ര തവണ ഈ സിനിമ കണ്ടു കാണും? പലർക്കും എണ്ണം എടുക്കാൻ പോലും പറ്റത്തില്ല അല്ലേ? ഇതിൻ്റെ പല ക്ലിപ്പിങ്ങുകൾ നമ്മൾ എത്ര തവണ കണ്ടു കാണും? എത്രയോ തവണ യൂട്യൂബിൽ കണ്ടു കാണും. പക്ഷേ ഈ സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ടിക്കറ്റുകൾ ഹൗസ്ഫുള്ളായെന്ന് പറയാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് സമയമെടുത്തു. കാരണം ഈ സിനിമയുടെ ആദ്യ പ്രദർശനത്തിൻ്റെ ഫാൻസ് ഷോ അവർ ഏകദേശം ചാർട്ട് ചെയ്യുന്ന പല തിയേറ്ററുകളിലുമായിട്ടാണ് ഇത് 7:30 മണിക്ക് 8 മണിക്കൊക്കെ ഫാൻ ഷോ തുടങ്ങുകയാണ്. ഇപ്പോൾ പുതുതായി റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഹൈപ്പിൽ വരുന്ന സിനിമകൾക്ക് പോലും അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്യാൻ പേടിയാണ്. കാരണം എങ്ങനെയായിരിക്കും വേർഡിക്റ്റ് എന്നറിയില്ല. പക്ഷേ നമ്മൾ എത്രയോ വട്ടം കണ്ടുമെടുത്ത ഒരു സിനിമ രാവിലെ 7:30 ഫാൻ ഷോ വയ്ക്കുമ്പോൾ അത് കാണാൻ ആളുകളുണ്ടെന്നും അത് ഹൗസ്ഫുള്ളായി മാറുന്നതും കഥ ഒന്ന് ആലോചിച്ച് നോക്കി. എത്രയോ പടങ്ങൾ ഇതിനു മുമ്പ് ലാലേട്ടൻ റിലീസായിട്ടുണ്ടല്ലേ, റിലീസായിട്ടുണ്ടല്ലേ. സ്ഫടികം ഉദാഹരണമല്ലേ. രണ്ടാമത്തെ ഉദാഹരണം ചോട്ടാ മുംബൈ, ഈ വർഷം തന്നെ ഇറങ്ങിയതാണ് റിലീസുകൾ. അങ്ങനെ റിലീസുകളുടെ പട്ടികയിൽ തന്നെ ഏറ്റവും ഉയർന്ന കളക്ഷനുകൾ വാരിക്കൂട്ടിയ സിനിമകൾ ലാലേട്ടൻ്റെ മാറുകയാണ്. ദേവദൂതൻ മറ്റൊരു ഉദാഹരണമാണ്. അങ്ങനെ ബോക്സ് ഓഫീസ് കളക്ഷനുകളിൽ റിലീസുകൾ ലാലേട്ടൻ ആരാധകർ മാത്രമല്ല സിനിമാ പ്രേമികളും ആഘോഷമാക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് മാറാൻ പോവുകയാണ് രാവണപ്രഭു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ബുക്കിങ്ങുകൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ മാസ് ആക്ഷൻ സിനിമ മലയാളത്തിൽ കുറയുന്നത് കൊണ്ടാണോ ആളുകൾ അത് തിയേറ്ററിൽ ഓഡിയൻസിനൊപ്പം ഇരുന്ന് കൂവി ആഘോഷിച്ച് സന്തോഷിച്ച് നിലവിളിച്ച് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അതോ 2001 റിലീസ് ചെയ്ത ആ ക്ലാസിക്കൽ മാസ് സിനിമയ്ക്ക് 24 വർഷങ്ങൾക്ക് ശേഷവും അതേ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യവും കൂടിയുണ്ട്. ഐക്കോണിക് ഡയലോഗുകൾ, ഐക്കോണിക് സ്റ്റണ്ട് സീൻസ്, ഐക്കോണിക് മാസ് രംഗങ്ങൾ, ഐക്കോണിക് സ്റ്റൈലിഷ് രംഗങ്ങൾ എല്ലാം കൂടി ചേർന്ന ഒരു ലാലേട്ടൻ മാജിക് തന്നെയാണ് രാവണപ്രഭു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സംഭാഷണങ്ങൾ നീണ്ടായിട്ട് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ അതും ആലോചിച്ച് നോക്കണം, ഒരു കൾട്ട് ക്ലാസിക് പോലെ ദേവാസുരം പോലൊരു സിനിമ എടുത്തു വെച്ചിട്ട് അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഇത്ര വലിയ ഫാൻ ഫോളോയിങ്ങും ഫാൻ പുള്ളിങ്ങും ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതിന് രഞ്ജിത്തിന് കൊടുക്കണം വലിയൊരു കയ്യടി. കാരണം പല സിനിമകളും ഇപ്പോൾ രണ്ടാം ഭാഗം ഇറക്കുമ്പോഴേക്കും ആദ്യ ഭാഗത്തിന് അത്രയും വന്നില്ല, അല്ലെങ്കിൽ ആദ്യ ഭാഗത്തിൻ്റെ അത്രയും പോരാ. ആദ്യ ഭാഗത്തിൻ്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി മാത്രം എടുത്ത രണ്ടാം ഭാഗം. എന്തിനാണ് രണ്ടാം ഭാഗം ഉണ്ടാക്കി വെറുതെ ആദ്യ ഭാഗത്തിൻ്റെ പേര് നശിപ്പിക്കുകയും വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങുക തുടങ്ങി നിരവധി വിമർശനങ്ങൾ പല സിനിമകളുടെ രണ്ടാം ഭാഗങ്ങൾ റിലീസ് ചെയ്യുമ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അവരെയൊക്കെ കൊണ്ട് മാറ്റിപ്പറയിപ്പിച്ചൊരു സിനിമയാണ് രാവണപ്രഭു. അവരെപ്പോലെ തന്നെ മാറ്റിപ്പറയിപ്പിച്ച വേറൊരു ലാലേട്ടൻ സിനിമയാണ് ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗം ദൃശ്യം 2 OTT-ലായിരുന്നു പോയി, അല്ലെങ്കിൽ തിയേറ്ററിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ദൃശ്യം ഉണ്ടാക്കിയതിനേക്കാൾ ഒരു വലിയ ഓളം, ദൃശ്യം ഉണ്ടാക്കിയതിനേക്കാളും വലിയ ബോക്സ് ഓഫീസും ആ സിനിമ വാരിക്കൂട്ടും എന്ന കാര്യത്തിൽ ഈ വീഡിയോ കാണുന്ന ഒരു മനുഷ്യനും തർക്കം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ രാവണപ്രഭു അങ്ങനെ ഒരു ക്ലാസിക് സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാസ് ആക്ഷൻ സിനിമയായിട്ട് രാവണപ്രഭു ഒക്ടോബർ 10 എത്തുമ്പോഴേക്കും നിങ്ങൾ കാത്തിരിക്കുകയാണോ ആ സിനിമ കാണുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം അപ്പോൾ നമ്മളൊരു സർവേ നടത്തുകയാണ്, ഒരു പോൾ നടത്തുകയാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, രാവണപ്രഭു തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുമ്പോഴേക്കും തിയേറ്ററിൽ കാണാൻ നിങ്ങൾക്ക് ആ സിനിമ ആഗ്രഹമുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു സിനിമ, ഒരു ഓഡിയൻസ് പുള്ളുള്ള ഒരു മാസ് ആക്ഷൻ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹൈ ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല, പറയാതിരിക്കാൻ വയ്യ. അത് നമ്മൾ എത്ര വട്ടം കണ്ടിട്ടുള്ളതാണ് ശരി. അതോ നിങ്ങളുടെ മനസ്സിൽ പോകുന്നത് കുറേ വട്ടം ആ സിനിമ കണ്ടാണ് എന്തിനാണ് വെറുതെ 150-160 രൂപയും കൊടുത്ത് വീണ്ടും റിലീസ് ചെയ്ത് ആ സിനിമ കാണണം എന്നുള്ളതാണോ നിങ്ങളുടെ തോട്ട്? എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ തോട്ടെങ്കിലും നമ്മളൊരു സർവേ നടത്താൻ പോകണം. നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഈ സിനിമ റിലീസിന് വരുമ്പോൾ നിങ്ങൾ ഈ സിനിമ കാണാൻ തയ്യാറാണോ? നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണോ? കണ്ടുമടുത്ത ഈ സിനിമയ്ക്ക് വേണ്ടി തിയേറ്ററിൽ കാണാൻ നിങ്ങൾ വെയിറ്റിംഗ് ആണോ? പറയും.